അമ്മയും യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അമ്മ പണ്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടനെ സ്കൂളിൽ ചേർക്കാൻ പോയ സമയത്ത് അമ്മ കരഞ്ഞ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കരച്ചിലിൽ നിന്നൊക്കെ മാറി മകൻ ഒരു നല്ല ഉയരങ്ങൾ കീഴടക്കിയ സമയത്ത് ആ അമ്മ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് എപ്പോഴാണ് അമ്മ പറഞ്ഞത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട് നിന്നെ പറ്റിയെന്ന്? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അവാർഡ് കിട്ടിയപ്പോഴും അതുപോലെ തന്നെ ഈ അഭിമാനം തോന്നുന്നു നിന്നെ പറ്റി എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു നാടകീയ ഡയലോഗ് നമ്മൾ പറഞ്ഞു. അമ്മയ്ക്ക് എപ്പോഴും സന്തോഷമാണ്. നല്ല നല്ല വാർത്തകളും കുഞ്ഞുണ്ടായ സമയത്ത് കല്യാണം കഴിച്ചപ്പോഴ് ഓരോ ജീവിതത്തിൽ ഓരോരോ നേട്ടങ്ങൾ വന്നപ്പോഴും അപ്പം അത് സന്തോഷിക്കും. അതിനൊക്കെ കൂടെ നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ പരിക്കുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്റെ യാത്രകള് ഷൂട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ അമ്മ എപ്പോഴും പറയും സൂക്ഷിച്ചോണേ, വേറെ ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും ചെയ്യരുത്. കാരണം ഞാനിത് കാണിക്കും നമുക്കറിയാം. റിസ്ക് എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അത് മാത്രമേ അമ്മയ്ക്കൊരു ഭയമുള്ളൂ. പിന്നെ അമ്മയ്ക്ക് സന്തോഷത്തിനൊന്നും കുറവൊന്നുമില്ല, ഹാപ്പിയാണ്. പറഞ്ഞാൽ തന്നെ അമ്മയുടേതായ കാര്യങ്ങൾ അമ്മയ്ക്ക് കൂടുതൽ ഈ അമ്പലങ്ങളും ഇച്ചിരി എന്താ പറയാ ആ ഒരു ഏരിയയിൽ ഇച്ചിരി താല്പര്യം കൂടുതലുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇതിലെ അമ്മ കോട്ടയത്ത് തന്നെ മിക്കവാറും അമ്മ പോകാത്ത ക്ഷേത്രങ്ങളില്ല. പക്ഷെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ അവരുടെയൊക്കെ പ്രാർത്ഥന നമ്മളിങ്ങനെ പോകുന്നു. അതെ. പിന്നെ ഇപ്പോഴും അമ്മയ്ക്ക് ആ പരാതി മാറിയിട്ടില്ല. അതായത് എന്നെ പഠിപ്പിച്ച് ഒരു എന്താ പറയാ ഒരു ഗവൺമെന്റ് ഇപ്പോഴും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് അമ്മയുടെ പണ്ട് കാലത്തൊക്കെയുള്ള അമ്മമാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ്. അല്ല ഇപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഒരു ഗവൺമെന്റ് ജോലി ഇല്ല. അതെ, ഒരു പക്ഷേ സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ ചേട്ടന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. ഞാനത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എടുത്താ പൊങ്ങാത്ത ഫയലിന്റെ അടിയിൽ ഇങ്ങനെ പൊടിയൊക്കെ അടിച്ച് രക്ഷയില്ലാതെ ഇരിക്കുന്ന ഒരാളായിട്ട് ഞാൻ കാണുമായിരിക്കും ഇവിടെ. ഏതെങ്കിലും PSC ഒക്കെ എഴുതി ചിലപ്പോ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഒരു നിമിഷം ഏതാന്ന് പറയാം, ഓർത്തെടുക്കാൻ പറഞ്ഞ? അങ്ങനെയില്ല, കാരണം ഞാൻ ഓരോ നിമിഷങ്ങളിലും അതിൻ്റെതായ രീതിയിലുള്ള സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ ഞാൻ വന്നിട്ട് ഇത്രയും കാലമായി. നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു കാലഘട്ടത്തിലെ സിനിമയിലേക്ക് അവസരങ്ങളും റോളുകളും ഒക്കെ അറിയാമല്ലോ. അതിൽ നിന്നൊക്കെ മാറി ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗം പ്രധാന വേഷത്തിൽ അഭിനയിക്കാനുള്ള ഒരവസ്ഥ വരെ നമ്മളെ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ. അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ തന്നെ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എന്തിലാണോ സന്തോഷം കണ്ടെത്തുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതുകൊണ്ട് ഒരു അവാർഡ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വേറെ ആളിൽ നിന്നൊരു വലിയൊരു എന്താ പറയാ ഒരു നല്ല വാക്കുകൾ കിട്ടുമ്പോഴും നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓരോരോ കാര്യങ്ങളും ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം ചെറിയ മോള് വന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതൊരു വലിയ സന്തോഷമാണ്. അപ്പൊ ഒരു വീട് വെച്ചു, വീടിനകത്തേക്ക് ആദ്യമായിട്ട് മോളെയും കൊണ്ട് വരാൻ പറ്റും. അങ്ങനെ കുറെ സന്തോഷങ്ങൾ ഇങ്ങനെ ജീവിതത്തിലുണ്ടാവും. അവളെ എടുത്ത് പിടിച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരുപാട് ഫോട്ടോസ് ഒന്നും കണ്ടില്ല ഞങ്ങള്. പിന്നെ ഒരു ഇതില് ഉന്തിക്കൊണ്ട് പോകുന്ന ഒരു ഫോട്ടോ കണ്ടച്ഛൻ. ഈ എടുത്തു പിടിച്ചോണ്ടൊക്കെ ഇരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി വലുതായി മൂത്തമോള് പിള്ളേര് പെട്ടെന്ന് വലുതാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു സമയം വെറുതെ വിടാറില്ല. അവള് വന്ന് ഒതുക്കത്തിൽ നിൽക്കുമ്പോ അപ്പൊ തന്നെ ഞാൻ പോകും.